എനിക്കൊരു ദൈവം ഉണ്ടായിട്ടുണ്ട്. ആ ദൈവമാണ് എന്നെ മലയാള സിനിമയിൽ എത്തിച്ചത്. അത് പരിപ്പയുടെ രൂപത്തിലാവാം, പാമ്പിൻ്റെ രൂപത്തിലാവാം, എന്തും ആവാം. എനിക്കതാണ് ദൈവം. ഞാനിന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ദൈവം എനിക്കുണ്ടായിട്ടാണ്. ആര് ദൈവം എന്നോ നിങ്ങൾ എന്ത് പേരിട്ടോളൂ. ആ പേരിന് EMS നമ്പൂതിരിപ്പാടെന്ന് ഇടാം. എൻ്റെ നാട്ടിൽ ഒരു കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു. കുഞ്ഞിരാമൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വിമോചന സമരത്തെക്കുറിച്ചിട്ടും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. ഞാൻ അമ്മേൻ്റെ എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ EMS നമ്പൂതിരിപ്പാടിനെ കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടു? അപ്പോൾ EMS നമ്പൂതിരിപ്പാട് ആ കാലത്ത് ഒളിച്ച് താമസിച്ചിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു ചരിത്രം. അദ്ദേഹത്തിൻ്റെ ചരിത്രം ആരാ? വലിയൊരു പ്രസ്ഥാനത്തിന്, ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ സംഘാടകന് അന്ന് ഒളിച്ച് താമസിക്കേണ്ടിയിരുന്നു. അപ്പം വെറുതെ പറഞ്ഞ എന്നോട്, അപ്പോൾ ആരോ പറഞ്ഞു EMS നമ്മളെ നാട്ടിൽ ഒളിച്ച് താമസിച്ചിട്ടുണ്ട്. കൊയിലാണ്ടി, തലശ്ശേരി, നാദാപുരം, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഒളിച്ച് താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ ഒരുപാട് പുണ്യം ചെയ്ത മനുഷ്യൻ, ആ വിഗ്രഹം, ആ ധിഷണാശാലി. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞതാ മോനെ, ഞാൻ കണ്ടിട്ടുണ്ട് EMSനെ. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാടാ? അദ്ദേഹം ഈ വലിയ നമ്പൂരിയാണ്. അപ്പോൾ EMS നമ്പൂതിരിപ്പാട് എന്നൊക്കെ ഇപ്പോൾ അവൻ കേട്ടിട്ടുണ്ടല്ലോ, ഞാനും കേട്ടിട്ടുണ്ട്. നമ്പൂതിരിപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു തിരുവാടില്ല. അന്ന് മൂപ്പരിങ്ങനെ ഒടിമറിയുക. ഈ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ കാക്കയൊക്കെ ആയിട്ട് പോകുന്നു. EMS നമ്പൂതിരിപ്പാട് അവൻ ഇപ്പം എൻ്റെ നാട്ടുപുറത്ത് ജീവിച്ചിരുന്നുണ്ട്. EMS നമ്പൂതിരിപ്പാടായിരിക്കും കേട്ടോ. കാരണം പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ EMS കാക്കയൊക്കെ ആയിട്ട് പുത്തഞ്ചേരി കൂടി പറന്നിട്ടുണ്ട്. അവനിപ്പോഴും അതാണല്ലോ M. മുകുന്ദൻ്റെ നോവൽ വായിച്ചവൾക്കറിയാം സങ്കല്പമായിരുന്നത്. അപ്പം ഇത്രയൊക്കെ വിശദീകരിച്ച് വന്നത് നമ്മുടെ പാട്ടിൻ്റെ പാലാഴി തിരമാലകളിൽ, പാട്ടിൻ്റെ നിലാവിൽ ബിച്ചുവേട്ടൻ വരച്ചു ചേർത്ത ഒരുപാട് പാട്ടുകളിലൊന്ന്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന്, വേമ്പനാട്ട് കായലിൽ നീന്തി നീരാടി വേടമലയുടെ മുടിയിലാകെ പരിമളം പൂശി വേലക്കളിയുടെ ചുവട് വെച്ച് ചൂളവും കുത്തി വേണാടൻ തെന്നലലസം പടികടം നെത്തി. മധ്യമാവധി രാഗത്തിൻ്റെ ഒരു വര കൊണ്ട് ദേവരാജൻ മാഷ് ഉമ്മ കൊടുത്തൊരു പാട്ടാണത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ നിലാവെളിച്ചത്തിൻ്റെ ചൂട്ടുവെട്ടത്തിൽ എന്ന് തന്നെ പറയാം, നടന്ന ഒരുപാട് സഹൃദയന്മാർക്ക് കോരിയെടുക്കാൻ പറ്റിയ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. നമുക്ക് പറയാം. ഓലെ ഞാലിക്കുരുവിയോ കൂടുകൂട്ടും പുളകമോ പീലി വീശിയാടും മമയിലോ സരണ. ഇളയരാജ എന്ന ഒരത്ഭുതം ഇന്ത്യയുടെ ഗിറ്റാറിൻ്റെ ഒരു കമ്പിയാണ്. ഇലക്ട്രിക് ഗിറ്റാറിൽ 72 മേളകർത്താരാഗവും 70 കോടി ജന്യരാഗങ്ങളും 4 വിരൽത്തുമ്പ് കൊണ്ടും ഒരു നഖം കൊണ്ടും അതിവിദഗ്ധമായി സൃഷ്ടിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് ഹംസധ്വനിയിൽ നമ്മൾ ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ട്. ഹംസധ്വനിയിൽ രാജാക്കന്മാരിവിടെ കിരീടങ്ങൾ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പുഷ്പാഭരണം നമ്മൾ നേരത്തെ പറഞ്ഞു. പുഷ്പാഭരണം വസന്തദേവൻ്റെ തിരുവാഭരണം. ഇതേ ഹംസധ്വനിയാണ്
അനുരാഗമേ അനുരാഗമേ. അർജുനൻ മാഷുടെ ഹംസധ്വനിയാണത്. മധുര മധുരമാനുരാഗമേ, ആദ്യത്തെ സ്വരത്തിൽ നിന്നാദ്യത്തെ പൂവിൽ നിന്ന് അമൃതമായി നീ വന്നു. യുഗപരിണാമങ്ങളിലൂടെ നീ യുഗ്മഗാനമായി വിടർന്നു. അനുരാഗമേ അനുരാഗമേ. വയലാർ അർജുനൻ മാഷും ഉണ്ടാക്കിയ ഹംസധ്വനിയാണ്. ദക്ഷിണാമൂർത്തിയും ശ്രീകുമാരൻ നമ്പിയും ഉണ്ടാക്കിയ ഗോപിചന്ദന കുറിയണിഞ്ഞു ഗോമതിയായവൾ മുന്നിൽ വന്നു. രവീന്ദ്രൻ മാഷം പൂച്ചൽ ഖാദർ ഹംസധ്വനി ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിൽ രാഗനിലാവിൽ ഇന്നെൻ്റെ ദേവൻ വന്നെങ്കിൽ പൂക്കൾ തേൻ. ഹംസധ്വനി പല ചക്രവർത്തിമാരും തൊട്ട് താമരപ്പൂക്കളാക്കി വെച്ച സമയത്താണ് തമിഴിൻ്റെ അതിദ്രാവിഡൻ്റെ ഹൃദയത്തിൻ്റെ ഗിതാറുമായി ഇളയരാജ സാർ വരുമ്പോൾ ബിച്ചുവേട്ടൻ എഴുതിയത്. വാലിട്ടെഴുതിയ നീലക്കട കണ്ണിൽ മീനോ ഇളം മാനോ ഓലെ ഞാലി കുരുവിയോ കൂടുകൂട്ടും പുളകമോ പീലി വീശിയാടും മമയിലോ. ആ ഹംസധ്വനി ശ്രീ പി ജി വിശ്വംഭരൻ്റെ ഹംസധ്വനിയായിരുന്നു. ഹൃദയത്തിൽ നമ്മളെയൊക്കെ ഘടം തൊട്ട് വിളിച്ച ഹംസധ്വനി. അതെഴുതിയ ബിച്ചുവേട്ടനെ ഒരുപാട് ഹൃദയം കൊണ്ട് ഞാൻ നമിച്ചിട്ടുണ്ട്. ശിവരഞ്ജിനി ഒരു താമര ഇലയിൽ വീണ ഒരു കണ്ണീരാണ്, ഒരു തുള്ളിയാണ്. കർണാടക സംഗീത രാഗ പദ്ധതിയിൽ ജനകവും ജന്യവുമായി നമുക്ക് സന്തോഷത്തോടൊപ്പം വേദനയും വിരഹവും വ്യവഹാരവും സമ്മാനിക്കുന്ന പ്രാണസങ്കടത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയപർവ്വത്തിൻ്റെ അല്ലെങ്കിൽ രതിയുടെ ഉന്മാദത്തിൻ്റെ രാഗമാണത്. പലപ്പോഴും മലയാളി ശിവരഞ്ജിനി ഉപയോഗിച്ചത് സങ്കടപ്പെടാനാണ്. അവൻ്റെ പ്രാർത്ഥനയിൽ ശിവരഞ്ജിനി ഇല്ലായിരുന്നു. അത് നമുക്ക് വടക്കേ ഇന്ത്യൻ സംഗീതത്തിലാണ് നമുക്ക് പ്രാർത്ഥനയിൽ ശിവരഞ്ജിനി ഒരു ചന്ദനക്കൂട്ട് പോലെ, ഒരു ഭസ്മം പോലെ അവർ ശിവരഞ്ജിനി ഉപയോഗിച്ചത്. ആദിദ്രാവിഡൻ അതിനെ പ്രണയം കൊണ്ട് പൊതിഞ്ഞു. അവൻ്റെ തമിഴ് സംസ്കൃതിയിൽ ശിവരഞ്ജിനി പ്രണയത്തിൻ്റെ പ്രണയത്തെ അടക്കം പിടിച്ചു, അതിനെ മോഹിച്ചു, ധ്യാനിച്ചു, സ്നേഹിച്ചു. ശിവരഞ്ജിനിയെക്കുറിച്ച് പറയാനുള്ള കാരണം ബിച്ചുവേട്ടനെ ഓർത്തപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 പാട്ടുകൾ ശിവരഞ്ജിനിയുടെ നിലാവിൻ്റെ പുതപ്പ് പുതച്ചുറങ്ങുന്നുണ്ട്. ഒന്ന് ജയവിജയ എന്ന ധന്യരായ 2
സംഗീത മനീഷികൾ ചിട്ടപ്പെടുത്തിയ ഹൃദയം ദേവാലയം. ഹൃദയം ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയം കോവിലാണ്, ഹൃദയം ആശ്രമമാണ്, ഹൃദയം പൊട്ടാസ്യം സൈനൈഡാണ്, ഹൃദയം ബോംബാണ്, ഹൃദയം റെയിലാണ്, ഹൃദയം വിമാനമാണ്, ഹൃദയം സമുദ്രമാണ്, ഹൃദയം സുനാമിയാണ് എന്നൊക്കെ പറയും പോലെ ഹൃദയമാണല്ലോ എന്തും. ഹൃദയം മരണമാണ്. മയോകാർഡിയാക് ഇൻഫ്രാക്ഷൻ ഹൃദയത്തിലാണ് സംഭവിക്കുന്നത്, മൂർധാവിലല്ല, മുട്ടിലല്ല. അതുപോലെ ഹൃദയം ദേവാലയം, പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യദേവാലയം, മാനവഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ, സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ. അതാണ് ഹൃദയത്തിൻ്റെ അമ്പലമുറ്റം. അവിടെ ആനകൾ വേണ്ട, അവിടെ പഞ്ചാരിമേളം വേണ്ട, അവിടെ വെടിക്കെട്ട് വേണ്ട, അവിടെ നമുക്ക് പല്ലാവൂർ അപ്പന്മാരാർ വേണ്ട, അവിടെ വെടിക്കെട്ടിന് തീ കൊളുത്തുന്ന രാമനാശാൻ വേണ്ട, അവിടെ കൃഷ്ണനാട്ടം വേണ്ട, കരകയാട്ടം വേണ്ട, സേലത്തിൽ നിന്ന് വരുന്ന ആളുകളുടെ. അതൊന്നുമില്ലാതെ അവിടെ ആഘോഷം നടക്കും. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ, സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ. അവിടെ ഉണ്ണായിവാരരെ കാണില്ല നമുക്ക്, എന്നാൽ അവിടെ ഉണ്ട് അതിനും ഉണ്ണായിവാരര്. ഇതൊന്നും പ്രത്യക്ഷത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ കാണില്ല എങ്കിലും അവിടെ ഉണ്ട്. വെടിക്കെട്ടുണ്ട്, അവിടെ കൃഷ്ണനാട്ടുണ്ട്, അവിടെ നളചരിതം 4-ാം ദിവസമുണ്ട്, അവിടെ എല്ലാമുണ്ട്. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, സ്വപ്നങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. പിന്നെ പറയുന്നു അതിൻ്റെ അനുബന്ധം എന്താണ്? മുറജപമില്ലാത്ത, മുറപ്രകാരമുള്ള ജപമില്ലാത്ത, കൊടിമരമില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവഹൃദയം ദേവാലയം. അങ്ങനെ ശിവരഞ്ജിനിയിൽ മനുഷ്യൻ്റെ മനസ്സിനെ ഒരു വടക്കുംനാഥ ക്ഷേത്രമാക്കി, ഒരു തൃപ്പയാർ അമ്പലപരിസരമാക്കി, ഒരു ഗുരുവായൂരാക്കി കൊണ്ടു നടന്ന കാവ്യ ഗാന ചിത്രകാരനായിരുന്നു, ആണ്, ഇനിയുമായിരിക്കും അദ്ദേഹം ശ്രീ ബിജു തിരുമല. ശിവരഞ്ജിനിയെ അദ്ദേഹം പിന്നീടും വിട്ടില്ല. അദ്ദേഹം ഏറ്റവും എഴുതിയ പ്രണയം കൊണ്ട് വിരഹം കൊണ്ട് കണ്ണ് നനഞ്ഞ, പ്രണയം കൊണ്ട് വിരഹം കൊണ്ട് കാത് കത്തി, മനസ്സിൻ്റെ പൂക്കൾ വിരിയിക്കുകയും മനസ്സിൽ പൂക്കൾ അടിച്ച് തുടയ്ക്കപ്പെടുകയും പൂവ് വിരിഞ്ഞ വസന്തകാലത്തിൽ തന്നെ ഇടിമിന്നൽ കൊണ്ട് അതിനെ ചങ്ങലക്കിടുകയും ചെയ്ത ഒരു പ്രണയത്തിൻ്റെ പാട്ടാണ്. പ്രണയസരോവരതീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം, പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രകാശപുഷ്പമായി വിടർന്നു,
എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. ഒരു പ്രണയം മുട്ടിടുകയും അത് തളിർക്കുകയും അതൊരു തെന്മാവിൽ പടരുകയും അത് പൂക്കുകയും കായാവുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്ന നാലാപ്പാടൻ്റെ പ്രണയസങ്കല്പത്തോട് ഒരു കണ്ണുനീർത്തുള്ളിയുടെ വിരഹത്തോട് വ്യഥയോട് സംവദിക്കുകയും ചെയ്യുന്ന സിനിമാ പാട്ടുകാരനും സാധാരണക്കാരനുമുള്ളതാണ്. അവിടെയാണ് ബിച്ചുവേട്ടൻ്റെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധി. എൻ്റെ സുഹൃത്ത് ഷിബു ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷിബു ചക്രവർത്തി, വലിയ കവികൾ സിനിമയ്ക്ക് പാട്ടെഴുതുമ്പോൾ അവരുടെ കവിതയോട് സിറ്റുവേഷൻ അവർ പിടിച്ചെടുക്കുകയാണ്. കാന്തം ലോഹത്തെ ആഗിരണം ചെയ്യും പോലെ. ഒരിക്കലും സിനിമാ പാട്ട് അങ്ങനെ ആവാൻ പാടില്ല. വേദാന്തി പാടുമ്പോൾ വേദാന്തം എഴുതുകയും വിഡ്ഢി പാടുമ്പോൾ വിഡ്ഢിയുടെ ഹൃദയം സംവദിക്കുകയും വേണം. ആ കാര്യത്തിലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ബിച്ചുവേട്ടനാണ്, ബിച്ചു തിരുമലയാണ്. വഷളൻ പാടുമ്പോൾ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ മാതിരി കുതിരവട്ടം പപ്പു എന്ന മഹാനടൻ എന്നുള്ള മാറ്റി ആ കഥാപാത്രം ഒരു കുരങ്ങനെയായിട്ട് പുറത്തിറങ്ങിയപ്പോൾ കാട് വിട്ട് നാട് കയറി കൂട് വിട്ട് കൂട് മാറി കുരങ്ങൻ മനുഷ്യനായി എന്ന് എഴുതുമ്പോൾ അവിടെ തിയറി ഓഫ് എവല്യൂഷൻ ഡാർവിനെ തൊട്ടിട്ട് എൻ്റെ വീട്ടിലുള്ള നാരായണൻ നായർക്ക് ഡാർവിനെ അറിഞ്ഞൂടാ. പക്ഷേ അയാൾക്ക് എന്താ മനസ്സിലായി, മനുഷ്യൻ കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായെന്നുള്ള കേവലൊരു അവബോധം പാട്ടിലൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ക്യാപ്സ്യൂൾ ചിന്തകളാണ്. അത് വയലാറും പ്രയോഗിച്ചിട്ടുണ്ട്. ആയുർവേദം അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാം ഓരോന്നായി. എന്ത് ചരകനായിട്ടാ ശുശ്രുതനായിട്ടാ അല്ല. അപ്പോൾ നാട്ടുകാരൻ അങ്ങാടി മരുന്ന് എന്താണെന്ന് അറിയാൻ 64 ശിലാഫലകങ്ങളിലെ 64 മരക്കള്ളികളിലെ 64 ഹൃദയത്തുടിപ്പിലെ 64 കലയുടെ ഔഷധം അമുക്കുരം എരിക്ക് അത് പറയുന്നു. അപ്പോൾ സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങൾ, സിനിമയിൽ വരുന്ന പശ്ചാത്തലം, സിനിമയിൽ വരുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ അന്തരീക്ഷം പുനർവ്യാഖ്യാനം ചെയ്യുക, അല്ലെങ്കിൽ 4.5 മിനിറ്റ് കൊണ്ട് പുനർവ്യാഖ്യാനം ചെയ്തു കൊടുക്കുക. അതും മറ്റുള്ളവൻ്റെ സംഗീതത്തിൻ്റെ ചട്ടക്കൂടിൽ ചെയ്തു കൊടുക്കുന്ന സൂത്രം, അതൊരു വല്ലാത്ത സൂത്രമാണ്. അത് മെയ് വഴക്കമാണത്. അതിന് അത്ഭുതമില്ല. അത് വളരെ സുതാര്യമായൊരു തന്ത്രമാണത്. ആ തന്ത്രം പഠിച്ചവർക്ക് അത് എളുപ്പവുമാണ്. അങ്ങനെ ഈ തന്ത്രം എളുപ്പത്തിലും അതിൻ്റെ ജ്യാമിതീയ മാർഗങ്ങളും ഗുണന നിലവാരങ്ങളും അതിൻ്റെ ഔഷധവും അതിൻ്റെ ഓപ്പറേഷനും എന്നെ പഠിപ്പിച്ചു തന്ന ചലച്ചിത്രഗാന രചനാ നിപുണനാണ് ശ്രീ ബിച്ചു തിരുമല.